വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് EFL കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ചാണ്. ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസിൽ മാച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു 70 വർഷത്തിന് ശേഷം 69 വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫിയിലേക്ക് തങ്ങൾ ഇത്ര കാലം സ്നേഹിച്ച ഒരു ടീം എത്തുന്ന സമയത്ത് അവരുടെ ഫാൻസിൻ്റെ സന്തോഷം എത്രയായിരിക്കും. അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ലെവലൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അതും വെംബ്ലിയിൽ വെച്ചിട്ട് ഫേവററ്റ്സായി വന്ന ലിവർപൂളിനെ 2-1 തകർത്തുകൊണ്ട് ഒരു ട്രോഫി അടിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം, ആനന്ദം ആയിരിക്കും ഫാൻസിന് കൊടുക്കുക. അത് തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ് ന്യൂ കാസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ട്രോഫി നേടാൻ പറ്റുക എന്നുള്ളത്. മാച്ചിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ടീമും നല്ല 11 തന്നെയാണ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് ഓഫ് ദ മാച്ച് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആയിരുന്നു. അവർ ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, വൃത്തിക്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിരന്തരം അറ്റാക്സ് അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെ എന്താ പറയുക, മർഫി ചുക്കാൻ പിടിക്കുന്നുണ്ട്, ഇസാക്ക് വലിയ രീതിക്കുള്ള ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മിഡ്ഫീൽഡാണ് ന്യൂ കാസിലിൻ്റെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. ടൊണാലിയും ബ്രൂണോ ഗുമൈറസും ജോലിൻറ്റണും അവിടെ ഉള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താ പറയുക, ആ ഒരു എനർജി ഉണ്ടല്ലോ, അവർ കൊണ്ടുവരുന്ന അഗ്രഷൻ, ആ ഒരു പാഷൻ, എസ്പെഷ്യലി ജോലിൻറ്റണൊക്കെ ഓരോ ടാക്കിൾ നടത്തിയതിൻ്റെ ശേഷം ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക്, ഇതൊക്കെ വേറെ വൈബാണ്. ന്യൂ കാസിലിൻ്റെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വേറെ വൈബ് മിഡ്ഫീൽഡാണ്. അവരുടെ പാഷനും ഹങ്കറും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ മിഡ്ഫീൽഡ് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിനെ കംപ്ലീറ്റ്ലി പൂട്ടിക്കളഞ്ഞു. ലിവർപൂളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പേര് കേട്ട മിഡ്ഫീൽഡാണ്. ക്രാവൻ ബാറ്റി, സോബോസ്ലൈ, മാക്കലിസ്റ്റർ എല്ലാവരെയും നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി മിഡ്ഫീൽഡ് അങ്ങോട്ട് ലിവർപൂളിനെ നെഞ്ചത്ത് കയറി ഡോമിനേറ്റ് ചെയ്തു. പ്രോപ്പർ ഡിഫെൻഡിങ് ന്യൂ കാസിലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. പ്രോപ്പർ കീപ്പിങ്ങും നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ആരാണ്? അത് ഡാൻ ബേൺ ആണ് അടിക്കുന്നത്. അവിടെ ഒരു കോർണർ വരികയാണ്, കോർണറിന് വേണ്ടിയിട്ട് നല്ല ഹൈറ്റിൽ അവിടെ ഡാൻ ബേൺ ചാടുന്നു, ഹെഡ് ചെയ്യുന്നു. ഡാൻ ബേൺ എന്ന് പറയുന്ന ഭീമാകാരമായിട്ടുള്ള മനുഷ്യനെ മാർക്ക് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആരെയാണ്? അത് മാക്കലിസ്റ്ററിനെയാണ്. പക്ഷേ മാക്കലിസ്റ്റർ അവിടെ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു പോയി. അവിടെ മൂപ്പരൊരു ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോ വേ, അവിടെ മാക്കലിസ്റ്ററിന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയൂല. ഡാൻ ബേൺ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ആ ഒരു മൊമെൻറ്റിൽ ലിവർപൂളിൻ്റെ ഡിഫൻസിനെ ഡാൻ ബേൺ അങ്ങോട്ട് ബേൺ ചെയ്ത് കളഞ്ഞു എന്ന് പറയുമല്ലോ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. എക്സലൻറ്റ് ഹെഡറായിരുന്നു ആ ചെങ്ങായിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വാട്ട് എ ഗോൾ! അങ്ങനെ 1-0 ലീഡ് അവരെടുക്കുന്നു. ആ 1-0 ലീഡ് 2 ഉയർത്തുന്നത് ആരാണ്? അത് ഇസാക്കാണ്. ഇസാക്ക് ഡിഫൻസിനെ കബളിപ്പിച്ചുകൊണ്ട് നല്ലൊരു ഗോൾ അവിടെ അടിക്കുന്നുണ്ട്. അങ്ങനെ 2-0 ലീഡ് അവരെടുക്കുന്നു. പിന്നെയും നിരന്തരം ഒരുപാട് അറ്റംപ്റ്റ് നമ്മൾ ന്യൂ കാസിലിൻ്റെ സൈഡിൽ നിന്ന് കാണുകയുണ്ടായി. പിന്നെ നമ്മൾ ലിവർപൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഡിഫൻസ് മോശമായിരുന്നു, മിഡ്ഫീൽഡ് മോശമായിരുന്നു. അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ആരും ചിത്രത്തിലേ ഇല്ല. ആ മാച്ചിലെ ഏക ഒരു അറ്റാക്കിംഗ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ബെറ്റർ മൊമെൻ്റ് എന്ന് പറയുന്നത് ചില ആ ഒരു പാസ് ആർക്കാണ് കൊടുക്കുന്നത്? അത് ഡിയാസിന് കൊടുക്കുന്നുണ്ട്. ഡിയാസ് ജോട്ടക മറിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു സെലൻ്റെ പാസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഹാഫിലും ഒന്നും ഉണ്ടായിരുന്നില്ല ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ടോട്ടൽ മാച്ചിൽ അതിനപ്പുറം ഉണ്ടായിട്ടുള്ളത് ആ ഒരു എന്താ പറയുക, കിയേഴ്സിൻ്റെ ഗോൾ മാത്രമാണ്. അതല്ലാതെ ഒന്നും ലിവർപൂളിന് ക്രിയേറ്റ് ചെയ്യാനോ വലിയ രീതിക്കുള്ള ത്രെറ്റ് കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഡോമിനേഷനാണ് നമ്മൾ ന്യൂ കാസിലിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫേവററ്റ്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ആരാണ്? അത് ലിവർപൂളാണ്. പക്ഷേ ലിവർപൂളിനെ ഇവന്മാർ അങ്ങോട്ട് ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു PSG മാച്ചിൻ്റെ ടയർഡ്നെസ് ഒക്കെ അവർക്ക് കാണും, കാരണം 120 മിനിറ്റ് കളിച്ചതാണ്. പക്ഷേ ഇതൊരു ഫൈനലാണ്. മുന്നത്തെ എന്തൊക്കെയാണ് അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് ടീം ഷുഡ് സ്റ്റെപ്പ് അപ്പ്, ക്യാരക്ടർ കാണിക്കണം. അതൊന്നും ഇന്ന് ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു ഫൈനലിലെത്തുന്ന ടീം എങ്ങനെ ഏത് നിലക്ക് പെർഫോം ചെയ്യണമെന്ന് കാണിച്ചു തന്നത് നമ്മുടെ എഡി ഹൗവിൻ്റെ ന്യൂ കാസിലാണ്. അതിലിപ്പോൾ എടുത്തു പറയണത് ബ്രൂണോ ജി, ജോലിൻറ്റണൊക്കെ, എൻ്റെ അമ്മോ എമ്മാതിരി എനർജിയാണ് അവർക്ക്. എന്താണ്, എങ്ങനെയാണ് ഈ 90 മിനിറ്റൊക്കെ ജോലിൻറ്റൺ ഈ എനർജി വെച്ച് കളിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എൻ്റെ കണ്ണിലെ ഒരു മാൻ ഓഫ് ദി മാച്ച് എന്നുള്ളത് ജോലിൻറ്റൺ ആണ്. കാരണം അമ്മാതിരി ശല്യമായിരുന്നു ലിവർപൂളിന് മിഡ്ഫീൽഡിൽ ആ ചങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ മാത്രമാണോ,
ഡിഫൻസിലേക്ക് വരുമ്പം അവിടെയും ജോലിൻറ്റൺ ഉണ്ട്. അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്കൊക്കെ ബോൾ എടുത്ത് ഓടുന്ന ആരാണ്? ജോലിൻറ്റൺ ആണ്. ഒരു വല്ലാത്ത ജാതി മനുഷ്യനാണ്. എന്ത് എഞ്ചിനാണ് ആളെ നെഞ്ഞത്തുള്ളതെന്ന് പടച്ചോനറിയാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ആൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൺസ് അഗെയിൻ ഇസാക്ക് നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. ഒരു ക്രൂഷ്യൽ ഗോൾ നേടാൻ ഇസാക്കിന് കഴിഞ്ഞു. പിന്നീട് ഇസാക്കിനെ അവിടെ സബ് ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. വില്ലോക്കൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്, കോളം വിൻസൺ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ലിവർപൂളിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂളും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ലിവർപൂൾ ആരെ കൊണ്ടുവരുന്നത്? ന്യൂനസിനെ കൊണ്ടുവരുന്നുണ്ട്, കർട്ടിസ് ജോൺസിനെ കൊണ്ടുവരുന്നുണ്ട്, പിന്നെ അവർ ഹാർവി എലിയോട്ടിനെ കൊണ്ടുവരുന്നുണ്ട്, കിയേസനെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു എലിയോട്ടിൻ്റെ അസിസ്റ്റിലാണ് കിയേസിൻ്റെ ഗോൾ വന്നത്. പക്ഷേ ആ ഗോൾ പോരല്ലോ, ഫൈനലിൽ എത്തുമ്പോൾ ഒരു ഗോൾ അടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാച്ച് ജയിക്കുക തന്നെ വേണം. അങ്ങനെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുഃഖകരമായിട്ടുള്ള റിസൾട്ടാണ്. കാരണം അവർ EFL കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവസാനിച്ചു. FA കപ്പിൽ അവർ പുറത്തായി. UCL PSG വന്ന് അവരെ പുറത്താക്കി. EFL നിലവിൽ ഫൈനലിൽ തോക്കുന്നൊരവസ്ഥ ഉണ്ടായി. എനിവേ അവർക്ക് ലീഗ് അടിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ലീഗ് എന്തായാലും അവരടിക്കും, അതിൽ സംശയത്തിൻ്റെ കാര്യമൊന്നുമില്ല. ലീഗ് എന്തായാലും അവിടെ ലിവർപൂളിന് വേണ്ടി എടുത്ത് വെച്ച് കാണാം. ഇനി അത് ഒത്ത ഡേ എത്തുമ്പം ലിവർപൂളിന് കൈമാറുക എന്നുള്ളതേ ഉള്ളൂ. ലീഗിലൊന്നും ലിവർപൂളിനെ ചാലഞ്ച് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ പ്രീമിയർ ലീഗിൽ ആരുമില്ല. അപ്പോൾ ലീഗ് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. അതും ശരിക്കും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ടീമിലേക്ക് വന്നതിൻ്റെ ശേഷം ആർനെ സ്ലോട്ടിന് വേണ്ട പ്ലെയേഴ്സൊക്കെ കിട്ടിയിരിക്കണോ? ഇല്ല. ആർനെ സ്ലോട്ടിന് വേണ്ട ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ല. മാമർ ഷാവിലിനെ കൊണ്ടുവന്നെന്ന് പറയാം, പക്ഷെ ആളിപ്പോൾ ലോണിലാണ്. സോ സൈനിങ് ആയിട്ട് കൂട്ടണ്ട. പിന്നെ കിയേസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മാനേജേഴ്സായിട്ടൊന്ന് പുഷ് വന്നിട്ട് നടത്തിയൊരു സൈനിങ് ഒന്നുമില്ല. അത് ആർക്കും എന്തിനു വേണ്ടി നടത്തിയൊരു സൈനിങ് ആണ്. സോ തനിക്ക് വേണ്ട ഒരു പ്ലെയർ പോലും ഇല്ലാതെ, താൻ ഡിമാൻഡ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ടീമിനെ ക്യാരി ചെയ്ത് പ്രീമിയർ ലീഗ് ട്രോഫിയിലേക്ക് എത്തിച്ചു. അത് ശരിക്കും അച്ചീവ്മെൻ്റ് ആണോ? അത് ശരിക്കും ഓവർ അച്ചീവ്മെൻ്റ് ആണ്. കാരണം ആരും വിചാരിക്കുന്നില്ല സീസൺ തുടങ്ങുന്ന അല്ലെങ്കിൽ സീസണിൽ പകുതി ആവുന്നവരെ ഇവർ ലീഗ് അടിക്കുന്നോ, ഇവർ പലയിടത്തും ഫേവറേറ്റ്സ് ആയിട്ട് പോകുന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. ആ നിലയിൽ നിന്നാണ് അവർ എന്താ പറയുക, അത്യാവശ്യം നല്ല ലീഡ് തന്നെ പ്രീമിയർ ലീഗ് അടിക്കാൻ വേണ്ടി പോകുന്നത്, ഡോമിനൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗ് അടിക്കാൻ വേണ്ടി പോകുന്നത്. സോ അത് നിസാര അച്ചീവ്മെൻ്റ് അല്ല. സോ ആർനെ സ്ലോട്ട് ഗംഭീര പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണി അതേപോലെ കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും EFL കപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അത് തോറ്റു, ആൻഡ് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ഇനി അടുത്ത വർഷം എങ്ങനെ UCL അടിക്കാം, EFL അടിക്കാം, എങ്ങനെ ടീം ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ലിവർപൂളിന് ചിന്തിക്കും. ആർനെ സ്ലോട്ട് അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതാണ് ലിവർപൂളിൻ്റെ സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓക്കെ. എന്തായാലും പ്രീമിയർ ലീഗ് അവരെടുത്തുണ്ട്. തിരിച്ച് നമ്മൾ എഡി ഹൗവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് ടീം 17ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. പിന്നീട് കുറച്ച് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് മനുഷ്യൻ അവിടെ ഒരു റീബിൽഡ് നടത്തി. അവർ UCLന് ക്വാളിഫൈ ചെയ്തു. ഇപ്പോൾ അവർ ലീഗ് കപ്പ് അടിച്ചു. വാട്ട് എ മാനേജർ. നിലവിൽ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് മാനേജർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, അത് എഡി ഹൗ ആണ്. വേറൊരു ഇംഗ്ലീഷ് മാനേജറെ കൊണ്ടും ഇപ്പോൾ ലീഗ് കപ്പ് ഒന്നും അടിക്കാൻ കൂട്ടിയേ കൂടില്ല. കാരണം അറിയാലോ, ഇംഗ്ലീഷ് മാനേജർമാരുടെ ക്വാളിറ്റി നമുക്കറിയാം. അപ്പം അത്രയും ലോ ക്വാളിറ്റി മാനേജർമാർ വരുന്ന ഒരു സൈഡിൽ നിന്ന്, ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് നല്ല മാനേജർമാരുണ്ടായിട്ടുണ്ട്, പക്ഷേ റീസെൻറ്റ് ഇയേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു മാനേജർക്കും വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് ഒരു ടോപ്പ് മാനേജർ വരുന്നു, ഒരു കിഡിലൻ ടീമിനെ ബിൽഡ് ചെയ്യുന്നു. അവർ ഭയങ്കര എനർജിയിൽ നല്ല സൂപ്പർ ഫുട്ബോൾ കളിക്കുന്നു, എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കുന്നു. ബ്രൂണോ ഗുമേറസിനെ പോലത്തെ പ്ലെയേഴ്സ് വരുന്നു. ജോലിൻറ്റണൊക്കെ തന്നെ ഫുൾ പവറിലേക്ക് എത്തുന്നു. ഇസാക്ക്, ലൂയിസ് ഹാൾ ഇഞ്ചേർഡ് ആയിരുന്നു, പക്ഷേ ഈ ഒരു ടീമിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള പ്ലെയറാണ് ലൂയിസ് ഹാൾ. ലിവ്രാമെൻറ്റോ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നു. അതുപോലെ ട്രിപ്പിയറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അവരുടെ സെൻറ്റർ ബാക്സ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ വില്ലോക്ക് ആണെങ്കിലും മർഫി ആണെങ്കിലും എല്ലാവരും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇപ്പോൾ ടൊണാലി മൂപ്പരുടെ ഒരു ഫേവറേറ്റ് സൈനിങ് ആയിരുന്നു. അപ്പം ഇവരൊക്കെ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് ഭീകര ഇമ്പാക്റ്റാണ്. അപ്പോൾ എന്താ പറയുക, ന്യൂക്കാസിൽ ഇങ്ങനെ പോട്ടെ. ന്യൂക്കാസിൽ ഇക്കുറി യൂറോപ്യൻ കോമ്പറ്റീഷന് ക്വാളിഫൈ ചെയ്യട്ടെ, ടോപ്പ് 5 എത്തട്ടെ. എന്തായാലും 5 സ്പോട്ട് ഉണ്ടല്ലോ പ്രീമിയർ ലീഗിന്. സോ നെക്സ്റ്റ് സീസണിൽ ന്യൂക്കാസിലിനെ ആ ഒരു UCL കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ലെറ്റ് സി എങ്ങനെ ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ആ ന്യൂക്കാസിൽ ഫാൻസിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഹാപ്പിനെസ് അത് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.